കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തോളുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമൂന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിന്റെ മുഖമേ വെങ്ങിപ്പിടയാതെ നീ വെറുതെ. ഈ ഒരു പരിപാടി ഇവിടെ നവജ്യോതിയിലെ രണ്ടാമത്തെ വട്ടാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള അച്ഛന്റെ പ്രതികരണം എങ്ങനെയാണ്? എന്ത് ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഈ ഒരു ഇതിലേക്ക് വരാൻ? എനിക്ക് 2 കാരണങ്ങളാണ് ഇവിടെ ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളത്. ഒന്ന്, ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം ചെയ്തു കഴിഞ്ഞപ്പോൾ ഭിന്നശേഷി കുട്ടികൾ നല്ല നമ്പറിൽ തന്നെ അവർ വരാനായിട്ടിടെ. കഴിഞ്ഞ വർഷം 45 പേര് വന്നു. ഈ വർഷം ഏകദേശം 65ഓളം പേര് എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കഴിവുകളെ ഒന്ന് പുറത്തു കൊണ്ടുവരിക, ഇവർക്ക് ഇങ്ങനെയുള്ള ഒരു അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, ഇവർക്ക് ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതുവഴിയായിട്ട് ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു പരിശീലനം അല്ലെങ്കിൽ ഒരു അവസരമാണ് നമ്മൾ കൊടുക്കുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ രണ്ടാമത് നടത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റർ കരോളിൻ, അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾ, സ്റ്റുഡൻസ് കാണിക്കുന്ന ആ ഒരു സ്നേഹവും കരുണയാണ് ഇവിടെ രണ്ടാമത്തെ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം അവർ അത്രമാത്രം ഈ കുട്ടികളോട് കരുണ കാണിക്കുന്നുണ്ട്, സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട്. അതുവഴിയായിട്ട് തന്നെ ഈ കുട്ടികൾക്ക് ഇവിടെ തന്നെ വരാനായിട്ടാണ് ഇനിയും താല്പര്യം. അടുത്ത വർഷം അനുവദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി ഞങ്ങൾ ഇവിടെ എത്തിച്ചേരും. ഈ ഒരു പരിപാടിയിൽ വരുമ്പോൾ കുട്ടികളുടെ പ്രതികരണം എങ്ങനെയാണ്? അവർക്ക് എങ്ങനെയാണ്? സന്തോഷമാണോ? തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ്. ഇത് ആദ്യമായിട്ടാണ് കേരളത്തിലെ ഇങ്ങനെ ഒരു പ്രോഗ്രാം തന്നെ നടക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി മാത്രമായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് അവർ കൂടുതൽ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ പങ്കെടുക്കാനായിട്ട് തന്നെ വരുന്നത്. അവർക്കൊരു ചെറിയ സമ്മാനങ്ങളുണ്ട്, ക്യാഷ് പ്രൈസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാം നമ്മൾ കൊടുക്കുന്നത് അത് അവർക്ക് വാല്യൂ ആയിട്ട് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു മൂല്യം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവർ പറ്റാവുന്ന ഒരു പോലെ ഒരു വാക്ക് കേട്ടിട്ടുണ്ട്. അതായത് നിനക്ക് നടക്കാൻ പറ്റില്ലെങ്കിൽ, ഓടാൻ പറ്റില്ലെങ്കിൽ നടക്കാൻ പറ്റില്ലെങ്കിൽ എഴയുക എന്ന് പറയുന്നത്. അവർക്ക് പറ്റാവുന്ന രീതിയിലാണ് അവർ ഇവിടെ ഓരോ പ്രോഗ്രാമിനായിട്ട് വീൽചെയറിലായിരുന്നുകൊണ്ടും ഡ്വാർഫായിട്ടുള്ള വ്യക്തികളായിക്കോട്ടെ, ബ്ലൈൻഡ് ആയിക്കോട്ടെ, എല്ലാവരും എത്തിച്ചേരുന്നത് തന്നാലാകുന്ന കഴിവുകൾ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അതിലവർ സന്തോഷത്തോടെയാണ് തിരുവനന്തപുരം, കാസർഗോഡ് വരെയുള്ള വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നത്. ഇതൊന്ന് അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്പർ പറഞ്ഞിട്ടിരിക്കുന്നത്. ഇതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത വർഷം ഇതിനേക്കാളേറെ എല്ലാ രീതിയിലും ഇപ്പൊ നിങ്ങളുടെ സ്കൂൾ തന്നെ അവർക്ക് വിട്ടുകൊടുത്തു, കോളേജ്, ഇതൊക്കെ വലിയൊരു പുണ്യമായിട്ടൊക്കെ ഞാൻ കാണുന്നു. നമുക്ക് ഈ മക്കൾക്ക് നമ്മൾ കൂടുതൽ കരുണയല്ല വേണ്ടത്, അവർക്ക് വേണ്ടത് ഈക്വാലിറ്റി ആണ്. സൊസൈറ്റിയിൽ ഞങ്ങളും ഈക്വൽ ആണ് എന്ന് കാണിക്കണം. അവരതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എപ്പോഴും എല്ലാവരും പറയും ഇൻക്ലൂഷൻ എന്ന്, പക്ഷെ ഇത് എവിടെയും എത്തിയ. പക്ഷെ നമ്മൾ അവരെ ഉൾച്ചേർത്തിക്കൊണ്ട് എല്ലാത്തിലും അവർക്ക് വേണം. കണ്ടിട്ട് നമ്മൾ സിമ്പത്തി അല്ല നമുക്ക് ആവശ്യം, എംപത്തറ്റിക് ആവണം. സമൂഹം എംപത്തറ്റിക്കായി, സമൂഹം കൈകൊടിച്ചിട്ടായി. ദർശന കലാമികം എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ചെയ്യുന്നത്. നല്ല ഒരു പ്രോഗ്രാമാണ്. ഭിന്നശേഷിക്കാർക്ക് പലർക്കും അവസരങ്ങൾ കിട്ടാതെ മാറ്റി നിർത്തപ്പെടാറ് പോലെയുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം സ്റ്റേജുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദർശനയുടെ ഈ ദർശന കലാമികവ് വളരെ ഒരു പുതിയ വേറിട്ടൊരു അനുഭവമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഭിന്നശേഷിക്കാരായ വ്യക്തികളും ഇന്ന് പ്രോഗ്രാമിൽ പങ്കെടുത്ത വ്യക്തികളും മുഖത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ അവരുടെ മുഖത്ത് പോസിറ്റീവായിട്ടുള്ള എനർജി കാണാൻ പറ്റും. കാരണം അവർ വീടുകളുടെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാതെ, അവർക്ക് അവസരങ്ങൾ കിട്ടാതെ മാറി നിൽക്കുന്ന, ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളാണ്. അവരെ വീടിന്റെ പുറത്ത് എത്തിക്കുക എന്നതാണ് ഈ കലോത്സവത്തിന്റെ ഒരു മുഖ്യ പങ്ക്. ഞാൻ ദർശനത്തിൽ വന്നിട്ട് 5 വർഷമായി. ഞാൻ ദർശനത്തിൽ പ്രസിഡന്റാണ്. 2022 തോന്നുന്നു ഞാൻ പ്രസിഡന്റ്. ഇപ്പോൾ ഞാനത് സ്വീകരിച്ചത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയത്? ഇങ്ങനെ ക്ലബ് ഫോം ചെയ്തിരിക്കുന്നത് 2017 ഇതിൻ്റെ ഫൗണ്ടർ ഉണ്ടായിരുന്നത് ഫാദർ സൗദർക്കാണ്. പുള്ളി ക്രിസ്റ്റാണ്. നോർത്ത് കേരളത്തിൽ സർവീസ് ചെയ്യുന്നത്, ആദിവാസികളുടെ ഇടയിലൊക്കെയായിരുന്നു പുള്ളി സർവീസ് ചെയ്യുന്നത്. ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റായിട്ട് പുള്ളിക്ക് മലയാളികൾ കൊടുക്കും. അതിനെതിരെ പുള്ളി കഴിച്ചു ടാബ്ലറ്റ് അതിൻ്റെ ഒരു ആഫ്റ്റർ പുള്ളിക്ക് കാഴ്ച നിർത്തപ്പെട്ടത്. കുട്ടികളുടെ ഈ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അവർക്ക് വലിയൊരു അനുഗ്രഹമാണ്. വെച്ചാൽ അവർ വീടിൻ്റെ അകത്തിരിക്കുന്നവരാണ്. അപ്പം പുറത്ത് ഇറങ്ങാനും അതുപോലെ മറ്റുള്ള കുട്ടികളുടെ പോലെ മുഴുവനായില്ലെങ്കിൽ കൂടി അവരെ കൊണ്ട് പറ്റാവുന്ന കഴിവ് പ്രകടിപ്പിക്കാൻ സ്കൂളിലായാലും തൊട്ട് സോണമനച്ചൻ്റെ ഒരു വാട്സാപ്പ് മെസ്സേജാണ് എന്നെ സിബ്ലിങ് എന്ന മേഖലയിലേക്ക് എത്തിച്ചു. ഞാൻ നാഷണൽ വരെ സിംബിങ്ങിൽ പോയി. അത് കഴിഞ്ഞ് വേൾഡ് ഡാഫ് ഗെയിമിൽ പങ്കെടുത്തു. അതിന് എനിക്ക് 4 സ്വർണവും 1 വെള്ളിയും കിട്ടി. ഇപ്പോൾ ഞാൻ ഈ ബാഡ്മിൻ്റൺ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം മാർച്ച് 4 ഞങ്ങൾ തെലങ്കാനയിൽ വെച്ച് നടക്കുന്നതിന് ഞാൻ
പിന്നെ ചെയ്തേ കവിത പാരായണം അല്ലേ? അത് കഴിഞ്ഞാ? ഇഷ്ടായോ സ്ഥലമൊക്കെ? എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് കലോത്സവങ്ങൾക്കൊന്നും അങ്ങനെ പോയിട്ടില്ല, പക്ഷേ മത്സരങ്ങൾക്ക് പോകാറുണ്ട്. പക്ഷെ ഒരു വേറെ അനുഭവമായിരുന്നു. നല്ല പ്രോഗ്രാംസ് ആയിരുന്നു. എല്ലാം വേദികളെല്ലാം സജീവമായിരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു ജഡ്ജിങ് ടീമിൽ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്? ഞങ്ങളെ സംബന്ധിച്ചോളം ഇതൊരു ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ്. അതിനേക്കാൾ അപ്പുറത്ത് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ സ്പെൻഡ് ചെയ്ത ടൈമും നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു മടുപ്പ് തോന്നിയിട്ടില്ല ഒരു ജഡ്ജ്മെൻറ്റ് ഫാക്ടർ നൽകുമ്പോൾ. നമ്മൾ അത്ര ഇഷ്ടപ്പെട്ട് അത്ര ഇൻവോൾവ് ചെയ്തിട്ട് നടത്തിയ കുറച്ച് ടൈം നമ്മൾ അത്രയും ഇത് ചിലപ്പോൾ നമ്മൾ മറക്കില്ല. നമ്മുടെ ടീച്ചിങ് ഫീൽഡിൽ തന്നെ നമുക്കൊരു എന്താ പറയുക ബെസ്റ്റ് മെമ്മറി ആയിരിക്കും ഇത്. കുട്ടികളെ കുറിച്ച് എന്താ പറയാനുള്ളത്? കുട്ടികളെല്ലാവരും വളരെയധികം കഴിവുള്ള, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും എത്രയോ പടി മുകളിലാണ്. നമുക്ക് എല്ലാം ദൈവം തന്നിട്ടുള്ള ആൾക്കാർ പോലും അവരുടെ കഴിവ് ഉപയോഗിക്കില്ല. പക്ഷേ ആ ഡിസേബിൾഡ് എന്ന് അവർ വിളിക്കാൻ പറ്റില്ല, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ അവർ അത്രയും കഴിവോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെന്താണ്, പക്ഷേ നമുക്കൊരു വിഷമം തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റണില്ല. അതിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട്, കുറച്ച് മാത്രം ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്, കഴിവ് കൂടുതലുള്ള. അപ്പോൾ എല്ലാവരും ഒരേപോലെ കാണാൻ പറ്റിയില്ല. അതിൽ ചിലവർക്കൊക്കെ സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ടാവും. അത് ഞങ്ങൾക്കൊരു വിഷമം തോന്നി. പക്ഷെ സ്റ്റിൽ അല്ല പറഞ്ഞ പോലെ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ടൈമായിരുന്നു. ഒട്ടും നഷ്ടബോധമില്ലാതെ ഞങ്ങൾ സന്തോഷിച്ചിരിക്കുന്നു. പുതുമഴ വീണ പോലൊരാൾ അരികിലിരുന്ന രാത്രിയിൽ ഹൃദയമൊരേ നിലാനദി, ചിറകുകൾ മെല്ലെ നീർത്തിതാ, ചിരിമണിമാല കോർത്തിതാ, നിറയുകയായി മനം സ്വയം. ചിറകു